ലക്ഷക്കണക്കിന് കേരളത്തിലെ സ്ത്രീകൾ കാത്തിരിക്കുന്ന വാർത്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അവസാനിപ്പിച്ചോ അതോ തുടരുമോ? സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ കണ്ട് ആശങ്കപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഒരു പൂർണ്ണ ഉത്തരമാണ്. കേരള സർക്കാർ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഔദ്യോഗിക സ്ഥിതി വിവരങ്ങൾ, അടുത്ത ഗഡു വിതരണത്തെക്കുറിച്ചും കുടിശ്ശിക വിതരണത്തിന്റെ പൂർണ്ണ വിവരങ്ങളും, ഇതുകൂടാതെ ഗുണഭോക്താക്കൾ എടുക്കേണ്ട അടുത്ത നടപടികൾ എന്നിവയെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2026 നിലവിലെ സ്ഥിതി വളരെ നിർണായകമാണ്. പദ്ധതി അവസാനിപ്പിച്ചതായി കേരള സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ നടത്തിയിട്ടില്ല. നിലവിൽ പദ്ധതി ഭരണപരമായ അവലോകനത്തിലാണ്. അതായത് പദ്ധതിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന അവസ്ഥയാണ്. പുതിയ അപേക്ഷകൾ പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളും സ്വീകരിക്കുന്നില്ല. നിലവിൽ പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുക വിതരണം ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നു. സാമൂഹ്യ സുരക്ഷാ മിഷൻ ഈ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ, ഗുണഭോക്താക്കളുടെ യഥാർത്ഥ എണ്ണം, സർക്കാരിന് വരുന്ന സാമ്പത്തിക ഭാരം, പദ്ധതിയുടെ പ്രയോജനം എന്നിവയെല്ലാം വിശദമായി പരിശോധിക്കുന്ന ഘട്ടത്തിലാണ്. ഈ അവലോകനം പൂർത്തിയായ ശേഷം സർക്കാർ പദ്ധതി പുനരാരംഭിക്കുന്നതിനോ പുതിയ മാനദണ്ഡങ്ങളോടെ തുടരുന്നതിനോ തീരുമാനമെടുക്കും. അതിനാൽ പദ്ധതി പൂർണ്ണമായും റദ്ദാക്കിയെന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രചരിക്കുന്ന വാർത്തകൾക്ക് ഔദ്യോഗിക അടിസ്ഥാനമില്ല. ഔദ്യോഗിക ഉത്തരവിറങ്ങുന്നത് വരെ ആരും ആശങ്കപ്പെടേണ്ടതില്ല. ഇനി തെറ്റിദ്ധാരണകൾ തിരുത്തുന്നത് വളരെ പ്രധാനമാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഏറ്റവും വലിയ വ്യാജ വാർത്ത പെൻഷൻ ലഭിക്കണമെങ്കിൽ 100 ദിന ജോലി നിർബന്ധമാക്കി എന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അതിനാൽ ജോലി നിർബന്ധം എന്നത് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യത്തിന് എതിരാണ്. ഇത് സംബന്ധിച്ച് അന്തിമ സർക്കാർ ഉത്തരവുകളൊന്നും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. മറ്റൊരു വ്യാജ വാർത്ത മുഴുവൻ അപേക്ഷകളും റദ്ദാക്കി എന്നതാണ്. പദ്ധതി അവലോകനത്തിലായതിനാൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല. പക്ഷേ മുമ്പ് നൽകിയ അപേക്ഷകൾ റദ്ദാക്കിയിട്ടില്ല. അപേക്ഷയുടെ സ്റ്റാറ്റസ് സേവനദളം പോർട്ടൽ വഴി പരിശോധിക്കാം. മറ്റൊരു തെറ്റിദ്ധാരണ, സാധാരണ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നില്ല എന്ന ആശങ്കയാണ്. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ എന്നിവയെല്ലാം മാസാവസാനത്തോടെ ലഭിക്കുമ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഭരണപരമായ അവലോകനത്തിലായതിനാൽ തുക കൈമാറുന്നില്ല. ഇത് 2 വ്യത്യസ്ത പദ്ധതികളാണ്. ഇനി പെൻഷൻ വിതരണത്തിന്റെ സാങ്കേതിക വശങ്ങൾ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം. നിലവിൽ പെൻഷൻ കുടിശ്ശിക ഉള്ളവർക്ക് തുക ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് സർക്കാരിന്റെ അന്തിമ തീരുമാനത്തിന് ശേഷം മാത്രം. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യാത്തവർ, KYC പൂർത്തിയാക്കാത്തവർ, ബാങ്ക് വിവരങ്ങൾ തെറ്റായി നൽകിയവർ, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തവർ എന്നിവരുടെ പെൻഷൻ മുടങ്ങാൻ കാരണമാകും. അതിനാൽ എല്ലാ ഗുണഭോക്താക്കളും ബാങ്ക് പാസ്ബുക്ക് പരിശോധിച്ച് ആധാർ ലിങ്ക് സ്റ്റാറ്റസ് ഉറപ്പുവരുത്തണം. ബാങ്കിൽ പോയി ആധാർ സീഡിംഗ് പൂർത്തിയാക്കണം. ബാങ്ക് ബ്രാഞ്ചിൽ ചെന്ന് ആധാർ നമ്പർ കൊടുത്ത് ലിങ്കിങ് സ്റ്റാറ്റസ് ചോദിച്ച് മനസ്സിലാക്കാം. പഞ്ചായത്ത് ഓഫീസിൽ പോയി മൊബൈൽ നമ്പർ അപ്ഡേറ്റും ചെയ്യാം. ഇത് പദ്ധതി പുനരാരംഭിക്കുമ്പോൾ തുക കൈമാറ്റം വേഗത്തിലാക്കാൻ സഹായിക്കും. DVD എനബിൾ ചെയ്ത് അക്കൗണ്ട് ഉള്ളവർക്ക് തുക നേരിട്ട് ലഭിക്കും. ഇനി യോഗ്യതാ മാനദണ്ഡങ്ങൾ പദ്ധതി പുനരാരംഭിക്കുമ്പോൾ മാറ്റം വരുത്തിയേക്കാം. നിലവിലെ മാനദണ്ഡം അനുസരിച്ച് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കുടുംബത്തിൽ മറ്റാരും സർക്കാർ ജോലി ചെയ്യുന്നവർ ആകാൻ പാടില്ല. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് അയോഗ്യത വരും. ഇതുകൂടാതെ 5 സെന്റിൽ കൂടുതൽ സ്ഥലമുള്ളവർക്ക് അയോഗ്യത വരും. സ്വന്തമായി കാറുള്ളവർക്കും ലഭിക്കില്ല. ഭർത്താവ് ഉപേക്ഷിച്ചവർ, വിധവകൾ, അവിവാഹിതകൾ, ട്രാൻസ്ജെൻഡർ സ്ത്രീകൾ എന്നിവർക്ക് മുൻഗണന ലഭിക്കും. ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്ക് പ്രായപരിധിയിൽ ഇളവുണ്ട്. അപേക്ഷയ്ക്ക് ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, താമസ സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമാണ്. ഇനി അടുത്ത നടപടികളെക്കുറിച്ച് സർക്കാർ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. സർക്കാർ പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരാനോ പദ്ധതി പുതുക്കാനോ സാധ്യതയുണ്ട്. വരുമാന പരിധി 1 ലക്ഷം രൂപയിൽ നിന്ന് 1.5 ലക്ഷം ആക്കാനുള്ള ആലോചനയുണ്ട്. പ്രായപരിധി 60-ൽ നിന്നും 65 ആക്കാനുള്ള നിർദ്ദേശം പരിഗണനയിലുണ്ട്. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് മുൻഗണന നൽകാനും ആലോചിക്കുന്നു. ഭരണപരമായ അവലോകനം പൂർത്തിയായ ശേഷം മാത്രമേ പുതിയ അപേക്ഷകൾ സ്വീകരിക്കൂ. അതിനാൽ നിലവിൽ പുതിയ അപേക്ഷകൾ നൽകി കാത്തിരിക്കേണ്ടതില്ല. മുമ്പ് അപേക്ഷ നൽകിയവർ സേവനദളം പോർട്ടൽ വഴി അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കണം. അപേക്ഷ നമ്പർ നൽകി ലോഗിൻ ചെയ്താൽ അപേക്ഷ അംഗീകരിച്ചിട്ടുണ്ടോ,
നിരസിക്കപ്പെട്ടോ അധിക രേഖ വേണമോ എന്നെല്ലാം അറിയാൻ സാധിക്കും. പഞ്ചായത്ത് സെക്രട്ടറിയോ വാർഡ് മെമ്പറെയോ നേരിട്ട് ചോദിച്ചും മനസ്സിലാക്കാം. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ കാത്തിരിക്കുകയാണ് ഉത്തമം. ഇനി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട 3 പ്രധാന നിർദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തെ നിർദ്ദേശം ഔദ്യോഗിക സർക്കാർ അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക എന്നതാണ്. കേരള സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ്, സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പോർട്ടൽ, സർക്കാർ വകുപ്പുകളുടെ ഫേസ്ബുക്ക് പേജ്, പ്രാദേശിക പത്രങ്ങളിലെ സർക്കാർ പരസ്യം എന്നിവയാണ് വിശ്വസനീയമായ സ്രോതസ്സുകൾ. സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ, യൂട്യൂബ് ചാനലുകളിലെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ, ഫോർവേഡ് മെസ്സേജുകൾ എന്നിവ വിശ്വസിച്ച് ആശങ്കപ്പെടരുത്. രണ്ടാമത്തെ നിർദ്ദേശം, പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ വഴി അപേക്ഷയുടെ സ്റ്റാറ്റസ് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതാണ്. അപേക്ഷ നൽകിയ രസീത് സുരക്ഷിതമായി സൂക്ഷിക്കണം. സ്റ്റാറ്റസിൽ തെറ്റുകൾ കണ്ടാൽ ഉടൻ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ അറിയിച്ച് തിരുത്തണം. മൂന്നാമത്തെ നിർദ്ദേശം, വ്യാജ സന്ദേശങ്ങളും വാർത്തകളും ഷെയർ ചെയ്യാതിരിക്കുക എന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ടോൾ ഫ്രീ നമ്പർ 155300 വിളിച്ച് സംശയം തീർക്കാം. ഈ നമ്പർ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെ പ്രവർത്തിക്കുന്നു. കേരള സർക്കാർ സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന സംസ്ഥാനമാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പോലെയുള്ള പദ്ധതികൾ തുടരാനും കൂടുതൽ ശക്തിപ്പെടുത്താനും സർക്കാർ താൽപര്യം കാണിക്കും. ഭരണപരമായ അവലോകനം പൂർത്തിയായാൽ കൂടുതൽ സുതാര്യതയോടെയും കൂടുതൽ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തിയും പദ്ധതി പുനരാരംഭിക്കും. പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. നിലവിൽ 1000 രൂപയുള്ള പെൻഷൻ 1200 രൂപയോ 1500 രൂപയോ ആകാനുള്ള ആവശ്യം ശക്തമാണ്. കേന്ദ്ര സർക്കാരിന്റെ മാതൃത്വ വന്ദന യോജന പോലുള്ള പദ്ധതികളുമായി കൂട്ടിച്ചേർക്കാനുള്ള ആലോചനയുമുണ്ട്. അതിനാൽ പദ്ധതി അവസാനിപ്പിച്ചു എന്ന നിരാശയിൽ ആരും വീഴേണ്ടതില്ല. താൽക്കാലിക തടസ്സം മാത്രമാണ് നിലവിലുള്ളത്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ പദ്ധതി കൂടുതൽ ശക്തിയോടെ തിരികെ വരും. പദ്ധതിയുടെ ലക്ഷ്യം ആദ്യം വ്യക്തമായി മനസ്സിലാക്കണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം നിശ്ചിത തുക പെൻഷനായി നൽകുക എന്നതാണ് പ്രധാന ഉദ്ദേശം. കുടുംബത്തിൽ വരുമാനമില്ലാത്തതോ വളരെ കുറവോ ആയ സ്ത്രീകൾക്ക് നിത്യജീവിത ചെലവുകൾ നടത്താനായിട്ടാണ് ഈ തുക നൽകിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ആരും തന്നെ നിരാശപ്പെടേണ്ടതില്ല. ഇതിനെക്കുറിച്ചുള്ള വിശദമായ അപ്ഡേറ്റ്സ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അവസാനമായി പറയേണ്ടത്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലെ ദരിദ്ര സ്ത്രീകൾക്ക് വലിയ ആശ്വാസമായിരുന്നു. നിലവിൽ പദ്ധതി ഭരണപരമായ അവലോകനത്തിലാണ്. പദ്ധതി അവസാനിച്ചിട്ടില്ല. പുതിയ മാനദണ്ഡങ്ങളോടെ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾ വിശ്വസിക്കരുത്. ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുക. പഞ്ചായത്ത് വഴി അപേക്ഷാ സ്റ്റാറ്റസ് പരിശോധിക്കുക. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്ത് KYC പൂർത്തിയാക്കി വയ്ക്കുക. പദ്ധതി പുനരാരംഭിക്കുമ്പോൾ യോഗ്യതയുള്ള എല്ലാ സ്ത്രീകളും അപേക്ഷ നൽകണം. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ എല്ലാവർക്കും എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ അതിന്റെ ഭാഗമായി തിരികെ വരുമെന്ന് ഉറപ്പോടെ വിശ്വസിക്കാം. ഈ വിവരം അർഹരായ എല്ലാ സ്ത്രീകളിലേക്കും എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. കൂടാതെ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.